അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പെരുന്നാൾ വരുമ്പോൾ പഴയ കാലത്തേക്ക് ഇങ്ങനെ ഓർമ്മകൾ പോകൂല്ലേ? ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് വീടിൻ്റെ ഉമ്മരത്ത് ഓലത്തകിടുകൾ നിരത്തി വെച്ച് അതിൽ കുട്ടികൾ കൂട്ടം കൂട്ടമായിരുന്ന് മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് തക്ബീർ ചൊല്ലുന്ന ദിവസങ്ങൾ ഇന്ന് നമുക്കതൊക്കെ അന്യമായി. വിശ്വാസികളെ, നമ്മുടെ പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയും കൂടെയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മര്യാദകൾ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. മാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തക്ബീർ ചൊല്ലാൻ തുടങ്ങണം, ഉറക്കെ ചെല്ലണം. വീട്ടിലുള്ളവരെല്ലാവരും കുടുംബസമേതം ചെല്ലണം, മക്കളെ കൂട്ടണം, സോഫയിലിരുന്ന്, മുറ്റത്തിരുന്ന്, അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അങ്ങനെ തക്ബീർ ചൊല്ലണം. പള്ളിയിൽ നിന്ന് കേൾക്കുന്ന തക്ബീറുകൾക്കപ്പുറം നമ്മുടെ വീടുകളിൽ തക്ബീർ ചൊല്ലണം. ഇപ്പോൾ തക്ബീറുകളെല്ലാം പലപ്പോഴും വാട്സാപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സ്റ്റിക്കറായി, അതല്ലെങ്കിൽ ആരെങ്കിലും ചൊല്ലിയ തക്ബീറുകൾ അത് നമ്മൾ പ്ലേ ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ തക്ബീറുകൾ കേൾക്കാറ്, അതല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറ്. ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ ചെല്ലണം. നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ ഒക്കെ കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെല്ലുമായിരുന്നു. സഹാബാക്കൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ വഴിയിൽ മൊത്തം തക്ബീർ ചൊല്ലിങ്ങനെ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് നിസ്കാരത്തിന് പോകുമ്പോൾ വാഹനത്തിൽ തക്ബീറിൻ്റെ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്യല്ല, മറിച്ച് നമ്മൾ കുടുംബസമേതം നമ്മൾ ചെല്ലണം. അതുകൊണ്ട് തക്ബീറുകൾ നമ്മൾ ആദ്യമായി അധികരിപ്പിക്കണം. അതേപോലെ തന്നെ ഈ രാത്രി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഫിത്ർ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കൊടുത്തു വീട്ടാൻ മറക്കരുത്. അത് നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ മറക്കാതെ ചെയ്യേണ്ട ഒരു കർമ്മമാണെന്നാണ് അടുത്തൊരു കാര്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും പെരുന്നാൾക്ക് നമ്മൾ പള്ളിയിലേക്ക് പോകും അല്ലേ? ഈദ്ഗാഹിലേക്ക് പോകും. അപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചൊരു കാര്യമാണ് കുളിക്കുക എന്നുള്ളത്. നമ്മൾ നല്ല വൃത്തിയിൽ എന്നും കുളിക്കുന്നത് പോലെയല്ല അല്ലേ? പ്രവാചകൻ കുളിയുടെ സുന്നത്ത് പഠിപ്പിച്ചു. ഉളു എടുത്ത് അല്ലേ, ഉളുവിൻ്റെ അവയവങ്ങൾ കഴുകിക്കൊണ്ടായിരിക്കണം നമ്മൾ കുളി തുടങ്ങേണ്ടത്. അങ്ങനെ കുളിക്കാൻ നന്നായി ഇന്ന് ഞാൻ പെരുന്നാൾ കുളിക്കുകയാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ആ കുളിയിൽ ആ ഒരു സുന്നത്ത് വെച്ച് നമ്മൾ കുളിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരുന്നാൾക്ക് ധരിക്കാൻ, വെള്ളിയാഴ്ച ധരിക്കാൻ പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നല്ല വസ്ത്രം ധരിച്ച് നമ്മൾ ഏറ്റവും നല്ലതായാലും മതി, പുതിയതാവണമെന്നില്ല, ഏറ്റവും നല്ല വസ്ത്രമായാലും മതി, ഉള്ളതിൽ നല്ലതിട്ട് അത് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരിക്കണം നമ്മൾ മുസല്ലയിലേക്ക് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വസ്ത്രം. അത് റബ്ബ് പറഞ്ഞതുപോലെയാകണം. നമ്മുടെ വസ്ത്രങ്ങൾ ഇസ്ലാമിന് അന്യമായ രൂപത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വസ്ത്രം ധരിച്ചാൽ വല അയ്യജിദീന റീഹഹ എന്ന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ അവർ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല എന്ന് റഹ്മാനെ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ പുരുഷന്മാർ സുഗന്ധം പൂശുക. തീർച്ചയായിട്ടും ചിലർക്കൊന്നും അതെന്തുണ്ടാവില്ല, ഒരു പരിചയം, ഒരു ശീലമുണ്ടാകില്ല. എന്നാൽ പോലും പെരുന്നാൾക്ക് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ അത് മേടിച്ച് വെക്കണം. ആരെടുത്തുള്ളത് ആ സുഗന്ധം അത്രയൊന്ന് പൂശിയിട്ടായിരിക്കണം പുരുഷന്മാർ മുസല്ലയിലേക്ക് നടന്ന് നീങ്ങേണ്ടത്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ രാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതുവസ്ത്രമാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മൾ തീർച്ചയായിട്ടും ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകും അല്ലേ? പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് കാരക്ക കഴിക്കാറുണ്ടായിരുന്നു. അത് ഒറ്റയിൽ അവസാനിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈദുൽ ഫിത്തറിൻ്റെ അന്ന് ഒരു സുന്നത്തായ കാര്യമാണെന്ത്? കുറച്ചെന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട്, അത് കാരക്കയായാൽ മുത്ത് റസൂലിൻ്റെ ആ ചര്യ കൂടെ നമുക്ക് കിട്ടും. ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ നമ്മൾ ഈദ്ഗാഹിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅകൾ പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തിയിരുന്നത്. എന്നാൽ പ്രവാചകൻ്റെ പെരുന്നാൾ നമസ്കാരങ്ങൾ അത് മുസല്ലയിൽ വെച്ച് ഈദ്ഗാഹുകളിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ അങ്ങനെ ഈദ്ഗാഹുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രവാചകൻ്റെ ഒരു സുന്നത്ത് കൂടെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക്, പള്ളിയിലേക്ക് പോകുമ്പോൾ പോയ വഴിയല്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രവാചകൻ വ്യത്യസ്ത വഴികളിലൂടെ പോയി വരാറുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും. അവർക്ക് സലാം പറയാൻ കഴിയും, അവർക്ക് ഈദ് ആശംസകൾ കൈമാറാൻ കഴിയും. അതുകൊണ്ട് രണ്ട് വഴികൾ, പോയ വഴിയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് തിരിച്ചു വരാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് പ്രവാചകൻ്റെ സുന്നത്തായിരുന്നു. അതുപോലെ തന്നെ ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആശംസകൾ കൈമാറുക എന്നുള്ളത്. അള്ളാൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെല്ലാം, മുൻകാല സലഫുകളെല്ലാം അത്തരത്തിൽ കൈമാറിയ ആശംസകൾ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള പ്രാർത്ഥന. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ ഈ റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഈ പുണ്യദിനത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്ന അർത്ഥം വരുന്ന ആ പ്രാർത്ഥന നമ്മൾ എല്ലാവർക്കും നൽകണം. ഈദ് മുബാറക് നമുക്ക് പറയാം. ആളുകൾക്ക് അത്തരത്തിലുള്ള ആശംസകൾ നമ്മൾ കൈമാറണം. നന്നായി ആ വിഷയത്തിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരുണ്ടാകും. അവർക്ക് ഒന്ന് പേഴ്സണലായിക്കൊണ്ട് അവരെ വ്യക്തിപരമായിട്ടൊന്ന് വിളിക്കാൻ, അവർക്ക് മെസ്സേജ് അയക്കാൻ, ആശംസ പറയാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകും, നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളുണ്ടാകും, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബന്ധുക്കളുണ്ടാകും. അവർക്കെല്ലാം അന്നത്തെ ദിവസം എല്ലാവരും ഗ്രൂപ്പിൽ ഇങ്ങനെ ആശംസകൾ, ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകയുടെ വ്യത്യസ്ത രൂപത്തിലുള്ള സ്റ്റിക്കറുകൾ ഇങ്ങനെ അയക്കുമ്പോൾ ഞാനും അങ്ങനെ അയച്ചാൽ പോരാ, മറിച്ച് കണ്ടു പറയാൻ കഴിയുന്നവരെ കണ്ടു പറയണം. പ്രത്യേകിച്ച് ഈദ്ഗാഹുകളിൽ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുള്ള ആളുകൾ നമ്മുടെ ഈദ്ഗാഹുകൾ ഉണ്ടാകും. അവരെയൊക്കെ തേടി പിടിച്ച് കൈകൊടുത്ത് ആലിംഗനം ചെയ്ത് ഒരു ഈദ് മുബാറക്ക് പറയണം. അത് വിശ്വാസികളെ അന്നേ കഴിയുള്ളൂ. അന്ന് ആ അഭിപ്രായ ഭിന്നതകളെ മറന്ന് കൈ തരും. അവർ കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അകന്ന ഒരു പ്രശ്നമുള്ള ഒരാളെയാണ് കെട്ടിപ്പിടിച്ചതെങ്കിൽ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. അങ്ങനെ ആ അകന്ന ബന്ധങ്ങൾ അടുക്കേണ്ടതുണ്ട്. അന്നത്തെ ദിവസം കുടുംബങ്ങളിൽ പോകേണ്ടതുണ്ട്. നമ്മൾ അവിടെ ചെന്ന് അവരെ കണ്ട്, അയൽവാസികളുടെ അവരെ കണ്ട് നമ്മൾ ആശംസകൾ അറിയിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അയൽവാസികളുടെ വീടുകളിലൂടെ ഒന്ന് നടക്കണം. നമ്മൾ അവിടുന്നൊക്കെ കിട്ടുന്ന അര ഗ്ലാസ് പായസം, അവിടുന്ന് കിട്ടുന്ന മധുരം ഒന്ന് കഴിച്ച് ആശംസ പറഞ്ഞ് പ്രായമുള്ളവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി നമ്മൾ പെരുന്നാളിനെ നമ്മൾ ഒന്ന് കളറാക്കണം വിശ്വാസികളെ. അതുകൊണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ മര്യാദകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബ് ഈ റമളാനിൽ ചെയ്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നന്നായി ദുആ ചെയ്യണം. നമ്മുടെ നോമ്പ് സ്വീകരിക്കാൻ, നമ്മുടെ സുജൂദ് സ്വീകരിക്കാൻ, നമ്മുടെ റുക്കൂ സ്വീകരിക്കാൻ, നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കാൻ, നമ്മുടെ ഖിയാമു റമളാൻ, ഖിയാമുൽ ലൈൽ അതൊക്കെയും സ്വീകരിക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം സ്വീകരിക്കാൻ, ദിക്ർ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഒരു മാസക്കാലം നോമ്പിലൂടെ സഞ്ചരിച്ചതിനാൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറാൻ, മുത്ത് റസൂലിൻ്റെ ചാരത്ത് ഒരാളായി മാറാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈദ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.